KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സർക്കാർ ജീവനക്കാരുടെ പുതുക്കിയ ശമ്പള സ്കെയിൽ അടുത്ത മാസം മുതൽ. ITBP IG-യുടെ വാഹനം മോഷ്ടിക്കപ്പെട്ടു. ഡൽഹിയിൽ ഭീകരാക്രമണ സാധ്യത. ഇന്ത്യയിലെ മദ്രസകളിൽ അറബിയും ഉറുദുവും പഠിപ്പിക്കുന്നത് നിർത്തലാക്കണമെന്ന് ശിവസേന. പാകിസ്ഥാനിലെ പെഷവാറിൽ യൂണിവേഴ്സിറ്റിയിൽ തീവ്രവാദി ആക്രമണം, 21 മരണം. ചന്ദ്രബോസ് വധം പ്രതി നിസാം കുറ്റക്കാരനെന്ന് കോടതി. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ മദ്രസകളിൽ അറബിയും ഉറുദുവും പഠിപ്പിക്കുന്നത് നിർത്തലാക്കി പകരം ഇംഗ്ലീഷിനും ഹിന്ദിക്കും പ്രാമുഖ്യം നൽകണമെന്ന് ശിവസേന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും ശിവസേന ആവശ്യപ്പെട്ടു. മോദിയും മന്ത്രിമാരും വിദേശയാത്രകളിലൂടെ രാജ്യത്ത് നിക്ഷേപം കൊണ്ടുവന്നെങ്കിലും രാജ്യത്തിനുള്ളിൽ നിന്ന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യം കാണിക്കണമെന്നും ശിവസേന ആവശ്യപ്പെട്ടു. ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ വിവാദ വ്യവസായി നിസാം കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KP സുധീറാണ് വിധി പറഞ്ഞത്. ഇന്റലിജൻസ് മുന്നറിയിപ്പ് കണക്കിലെടുത്ത് കോടതി പരിസരത്ത് കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയത്. പ്രതിയുടെ ശിക്ഷ പിന്നീട് വിധിക്കും. വിധിയിൽ ആക്ഷേപമുണ്ടെങ്കിൽ ബോധിപ്പിക്കാനാണ് ശിക്ഷാവിധി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചത്. നിസാമിനെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി പറഞ്ഞു. പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് നിസാമിനെതിരെ തെളിഞ്ഞിരിക്കുന്നത്. 2015 ജനുവരി 29 പുലർച്ചെ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ നിസാം കാറിടിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. വിചാരണ നീട്ടാനും വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റാനും നിസാം ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ചിരുന്നെങ്കിലും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. സർക്കാർ ജീവനക്കാരുടെ പുതുക്കിയ ശമ്പളവും അലവൻസും അടുത്ത മാസം മുതൽ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 2014 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തിലായിരിക്കും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക. ശമ്പള കുടിശ്ശിക 2.5 വർഷം കൊണ്ട് ഗഡുക്കളായി നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 10ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് ഭേദഗതികളോടെ നടപ്പാക്കും. ഭേദഗതികളിലൂടെ 8,122 കോടിയുടെ ബാധ്യത 7,222 കോടിയായി കുറച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്ക് മിനിമം വേതനം 16,500 രൂപയാക്കി ഉയർത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ചുരുങ്ങിയ വർധന 2,000 രൂപയും കൂടിയ വർധന 12,000 രൂപയുമാണ്. ഈ നിലവിലുള്ള ഹയർ ഗ്രേഡുകൾ അതേപടി നിർത്തി. അത് ആ ഗ്രേഡുകളിൽ മാറ്റം വരുത്തിയത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ഈ 3 ഭേദഗതി മാത്രമാണ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ നിന്നും മാറ്റം വരുത്തിയത്. ഇത് ആദ്യത്തേത് ഈ 1/7/2014 മുമ്പ് കയറിയിട്ടുള്ള ഒരു ജീവനക്കാരെയും ബാധിക്കുന്നതല്ല. രണ്ടാമത്തത് ഈ വന്നിട്ടുള്ളത് ഈ അണ്ടർ സെക്രട്ടറിയുടെ വരെയുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു ഗ്രേഡ് ഒരു ജമ്പ് അത് 1 ചുരുക്കി. ചിലർക്ക് 1 കൂടുതൽ പറഞ്ഞിരുന്നു, അത് മാത്രം ചുരുക്കി. പെൻഷൻകാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ലഭിക്കും. കമ്മീഷൻ ശുപാർശ ചെയ്ത ബത്തുകൾ അതേപടി നൽകും. പെൻഷൻ നിർണയത്തിനുള്ള ശുപാർശകളും അംഗീകരിച്ചു. സർവകലാശാലകളിലും സർക്കാർ ജീവനക്കാർക്കൊപ്പം ശമ്പളം ലഭിക്കും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കേന്ദ്ര ജീവനക്കാരുടേതിന് തുല്യമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ശുപാർശ ചെയ്യുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ 10ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിലാണ് സർക്കാരിന്റെ നടപടി. LD ക്ലാർക്കിന്റെ അടിസ്ഥാന ശമ്പളം 21,000 രൂപയും UD ക്ലാർക്കിന്റേത് 26,500 രൂപയുമായി ഉയരും. ഹൈസ്കൂൾ അധ്യാപകരുടെ HSA അടിസ്ഥാന ശമ്പളം 30,700 രൂപയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റേത് 28,000 രൂപയുമായും ഉയരും. ശമ്പള പരിഷ്കരണത്തിന് ഇന്നു ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകിയിരുന്നു. ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിന്മേലുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ ശുപാർശ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു.
ITBP IG-യുടെ ഔദ്യോഗിക വാഹനം മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഭീകരാക്രമണ സാധ്യത മുൻനിർത്തി ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നോയിഡയിലെ 23-ാം സെക്ടറിൽ നിന്നാണ് ITBP IG-യുടെ നീല ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച ഔദ്യോഗിക വാഹനം മോഷ്ടിക്കപ്പെട്ടത്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കായി തലസ്ഥാന നഗരി ഒരുങ്ങവെ പോലീസ് IG-യുടെ വാഹനം മോഷ്ടിക്കപ്പെട്ടത് അതീവ ഗൌരവകരമായാണ് സുരക്ഷാ വിഭാഗങ്ങൾ കാണുന്നത്. 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. റിപ്പബ്ലിക് ദിനാഘോഷം ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ഏതാനും ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതായി IB റിപ്പോർട്ട് നൽകിയിരുന്നു. മാത്രമല്ല, പത്താൻകോട്ട് വ്യോമസേന താവളത്തിൽ ആക്രമണത്തിനെത്തിയ ഭീകരർക്ക് സഹായകരമായത് പഞ്ചാബ് പോലീസ് മുൻ IG സെൽവീന്ദർ സിംഗിൽ നിന്ന് തട്ടിയെടുത്ത ഔദ്യോഗിക വാഹനമായിരുന്നു. ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഗസയിലെ കൃഷിയിടങ്ങളിൽ ഇസ്രായേൽ മാരകമായ ജൈവവിഷം തളിക്കുന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഫലസ്തീനികളുടെ ഗസയിലെ ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളിൽ ഇസ്രായേൽ മാരക ജൈവവിഷം തളിക്കുന്നു. ജീവന് മാരകമായ തോതിൽ ദോഷം ചെയ്യുന്ന വിഷമാണ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് തളിക്കുന്നത്. ഇസ്രായേൽ അതിർത്തി പങ്കിടുന്ന ഗസയുടെ പടിഞ്ഞാറ് ഭാഗത്തെ 162ഓളം ഹെക്ടർ വിളകളാണ് ഇതിനോടകം നശിച്ചത്. മാരകമായ അളവിലാണ് ഇവ ഇസ്രായേൽ കൃഷിയിടങ്ങളിൽ തളിക്കുന്നത്. കൃഷിയിടങ്ങളിൽ തളിക്കുന്ന ജൈവവിഷം ഒലിച്ചുപോകുന്നത് നദികളിലേക്കും മറ്റു ചെറിയ ജലസംഭരണികളിലേക്കുമാണ്. ഇത് ഫലസ്തീൻ ജനങ്ങളുടെ ജീവന് ഹാനികരമാണ്. മുഴുവൻ ജനസംഖ്യയെയും ഇല്ലാതാക്കാൻ ശേഷിയുള്ള വിഷമാണ് ഇസ്രായേലുകാർ ഉപയോഗിക്കുന്നതെന്ന് ഫലസ്തീൻ കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള കെമിക്കൽ ലബോറട്ടറി മാനേജർ അൻവർ അബു അസി പറഞ്ഞു. ഗസയിലെ ഏറ്റവും സമ്പൂർണ്ണ ഫലപുഷ്ടിയുള്ള മണ്ണുകളാണ് ഇവിടെയുള്ളത്. ഇവയെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഉദ്ദേശം. പ്രസ്തുത ഭൂമി ഗസയുടെ 17% വരും. കഴിഞ്ഞ ആഴ്ച നിരവധി കൃഷിയിടങ്ങളിലേക്ക് വെള്ളം നൽകുന്ന സുപ്രധാന വാട്ടർ ടാങ്കും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിരുന്നു. ഇസ്രായേൽ പ്രഖ്യാപിച്ച നിരോധിത മേഖലയാണ് ഇത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ വിവിധ ദിവസങ്ങളിലായി ഈ മേഖലയിൽ പ്രവേശിച്ച 16 ഫലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. 2014 ഇസ്രായേലിന്റെ ഗസയിലെ യുദ്ധത്തിൽ 14,000 ഹെക്ടർ ഭൂമിയാണ് ഫലസ്തീനിന് നഷ്ടമായത്. $5,500 മില്യൺ ആയിരുന്നു അന്നത്തെ കാർഷിക മേഖലയിലെ മാത്രം നഷ്ടം. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ പ്രൊഫസറടക്കം 21 പേർ കൊല്ലപ്പെട്ടു. യൂണിവേഴ്സിറ്റിയിൽ കടന്നുകയറിയ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കനത്ത മൂടൽമഞ്ഞ് കാരണം ആക്രമണത്തെ പ്രതിരോധിക്കാൻ സൈന്യം പ്രയാസപ്പെട്ടതായി അധികൃതർ പറഞ്ഞു. തീവ്രവാദികളെ നേരിടുന്നതിനിടെ ഓർഗാനിക് കെമിസ്ട്രി പ്രൊഫസർ സയ്യിദ് ഹമീദ് ഹുസൈനാണ് മരിച്ചത്. ഏറ്റുമുട്ടൽ അവസാനിച്ചതായും സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 4 തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും പ്രാദേശിക പോലീസ് മേധാവി സയ്യിദ് വസീർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം തെഹ്രീക്കെ താലിബാൻ ഏറ്റെടുത്തു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. SSFിൻ മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടിച്ചുണരാം നമുക്കു ഗതിവേഗം, അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. SSFിൻ മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കോഴിക്കോട് വെള്ളയിൽ കസ്റ്റംസ് റോഡിലെ ബദവി ഷഹീദ് മക്കാം ഉറൂസ് ഈ മാസം 28, 29 തീയതികളിൽ നടക്കും. 28-ന് രാവിലെ 6 മണിക്ക് സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി കൊടി ഉയർത്തുന്നതോടെ ഉറൂസ് ആരംഭിക്കും. തുടർന്ന് പകര മുഹമ്മദ് ഹസനിയുടെ നേതൃത്വത്തിൽ മൌലിദ് പാരായണം നടക്കും. 29-ന് രാവിലെ 6 മണിക്ക് ദിക്ർ ദുആ സമ്മേളനം നടക്കും. സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ നേതൃത്വം നൽകും.
പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് തുറാബ് അസഖാഫി, സയ്യിദ് സ്വാലി തുറാബ് അസഖാഫി, മുല്ലക്കോയത്തങ്ങൾ പെരുമണ്ണ, അബ്ദുറഹ്മാൻ ബാക്കവി മടവൂർ, നാസർ ഹസനി പുത്തൂപ്പാടം തുടങ്ങിയവർ പങ്കെടുക്കും. യോഗത്തിൽ UK അബ്ദുൽ മജീദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഫ്രണ്ട്സ് മമ്മു ഹാജി സ്വാഗതവും നാസർ ഹാജി നന്ദിയും പറഞ്ഞു. SSF ഈയാട് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ലദൽ ഹബീബ് 2016 ഇശൽ വിരുന്നും പ്രാർത്ഥനാ സംഗമവും ഇന്ന് വൈകിട്ട് 7-ന് ഈയാട് താജുൽ ഉലമ നഗറിൽ നടക്കും. മഹല്ല് സെക്രട്ടറി നൌഷാദ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ SSF നരിക്കുനി ഡിവിഷൻ പ്രസിഡന്റ് ഫസൽ സഖാഫി ഉദ്ഘാടനം ചെയ്യും. ഇശൽ വിരുന്നിന് അഫ്സൽ കണ്ണൂർ ഷമ്മാസ് നേതൃത്വം നൽകും. സിറാജുൽ അൻവർ നയത്ത് ഷെരീഫ് അവതരിപ്പിക്കും. സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് സിറാജുദ്ദീൻ ജമലുലേലി തങ്ങൾ നേതൃത്വം നൽകും. സ്നേഹവും ഭക്തിയും സംയോജിക്കുമ്പോൾ മാത്രമേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത സമൂഹത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയൂ എന്ന് ആത്മീയ നായകനും പ്രഭാഷകനുമായ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചുകോയ തങ്ങൾ ബായാർ പ്രസ്താവിച്ചു. വാടാനപ്പള്ളി ഇസ്രയിൽ 1 മാസമായി നടന്നുവന്ന നബിദിന സാമയികത്തിന്റെ സമാപനം കുറിച്ച് നടന്ന വാർഷിക സ്വലാത്ത് സംഗമത്തിൽ ആത്മീയ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ആത്മീയ സംഗമത്തിൽ SYS തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് സഖാഫി ഹുബ് റസുൽ പ്രഭാഷണം നടത്തി. ഇസ്ര പ്രസിഡന്റ് ബഷീർ റഹ്മാനി അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നസറുദ്ദീൻ ദാരിമി, ബാദശാ തങ്ങൾ, ഹംസ ഹാജി, സ്വാദിഖ് അലി ഫാദിലി, യാസിർ ഇർഫാനി, മുഹമ്മദ് നൂറാനി തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. രാവിലെ നടന്ന മൗലിദ് പാരായണത്തിന് സയ്യിദന്മാരും പണ്ഡിതന്മാരും നേതൃത്വം നൽകി. 3000 കുടുംബങ്ങൾക്ക് അന്നദാനം നൽകി. എല്ലാ വ്യാഴാഴ്ചയും ആശിഖ് റസൂൽ ഷേഖുന കുണ്ടൂർ ഉസ്താദിന്റെ ഹാദറത്തിൽ നടക്കുന്ന ബുർദ മജ്ലിസ് ഇന്ന് നടക്കും. അബൂബക്കർ അഹ്സനി തന്നല അനുസ്മരണ പ്രഭാഷണം നടത്തും. അബ്ദുൽ ഖാദർ ഹാജി കിണാശ്ശേരി ബുർദ ആസ്വാദനത്തിന് നേതൃത്വം നൽകും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രബോസ് വധം പ്രതി നിസാം കുറ്റക്കാരനെന്ന് കോടതി. ITBP IG-യുടെ വാഹനം മോഷ്ടിക്കപ്പെട്ടു. ഡൽഹിയിൽ ഭീകരാക്രമണ സാധ്യത. പാകിസ്ഥാനിലെ പെഷവാറിൽ യൂണിവേഴ്സിറ്റിയിൽ തീവ്രവാദി ആക്രമണം, 21 മരണം. ഇന്ത്യയിലെ മദ്രസകളിൽ അറബിയും ഉറുദുവും പഠിപ്പിക്കുന്നത് നിർത്തലാക്കണമെന്ന് ശിവസേന. സർക്കാർ ജീവനക്കാരുടെ പുതുക്കിയ ശമ്പള സ്കെയിൽ അടുത്ത മാസം മുതൽ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.